നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർളാണ് നിയ്യത്ത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന ബോധ്യം ഉണ്ടാവലാണ് നിയ്യത്തിന്റെ ലക്ഷ്യം. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നതാണ്, നമ്മളിപ്പോൾ എന്താ ചെയ്യുന്ന പഠിച്ചോന്നറിയില്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ നമ്മൾ നിസ്കാരത്തിക്കുന്നാണ്ട് ഞാൻ നിസ്കരിക്കണോ എന്ന് പറയണത്. അതിപ്പോ നമ്മളൊരു ബസ്സിൽ കയറുന്ന സമയത്ത് കണ്ടക്ടർ ചോദിക്കുമല്ലോ എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്കറിയില്ലത് ബസ് എടുക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അതേപോലെ നിയ്യത്തിന്റെ ലക്ഷ്യം നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവലാണ്. 3 കാര്യങ്ങളാണ് നിയ്യത്തിൽ ഫർളുള്ളത്. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു. ഏതാണ് നിസ്കാരം? ഇത് ഫർളാണോ സുന്നത്താണോ? അടിമയായ നമ്മൾ ഉടമയായ റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ എക്സസൈസ് എടുക്കല്ല, അല്ലെങ്കിൽ കൂത്തം മറിയല്ല. ചെയ്യുന്ന പണി നിസ്കാരമാണ്. ഇതിൽ കുറച്ച് ശ്രദ്ധയും ബോധവും ഉണ്ടാവണം. ഇതാണ് നമ്മൾ തുടക്കത്തിൽ നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത്. അപ്പൊ നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവും. അതാണ് നിസ്കാരത്തിൽ നിയ്യത്ത് വേണം. നിയ്യത്ത് ഫർളാക്കിയതിന്റെ ഒരു കാരണം മഹാന്മാർ പഠിപ്പിക്കണം. നിയ്യത്ത് എപ്പോഴാ വെക്കേണ്ടത് എന്നാണ് അടുത്തൊരു ചോദ്യം. നിയ്യത്ത് നിസ്കാരത്തിന്റെ എന്നല്ല, എല്ലാ പ്രവർത്തനത്തിന്റെയും തുടക്കത്തിലാണ് ഉണ്ടാവേണ്ടത്. നിസ്കാരത്തിന്റെ തുടക്കം തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമിലാണ് നിയ്യത്ത് ഉണ്ടാവേണ്ടത്. എന്ന് വെച്ചാൽ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിയ്യത്ത് വരണം. ഇങ്ങനെയാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ ആന്ന് പറയുമ്പോൾ തുടങ്ങി ഇറുന്ന് അതിന്റെ ഉള്ളിൽ നിയ്യത്ത് വരണം എന്നാണ്. അതാണ് അതിന്റെ ഫർളായ രൂപം. ശരിയായ രൂപം അങ്ങനെയാണ്. എന്നാൽ ചിലപ്പോ ഫത്തുൽ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് അതിന് കഴിയില്ല. അതിങ്ങനെ ആന്ന് പറഞ്ഞിട്ട് ഇറുന്ന് പറയുമ്പോൾ കഴിയില്ല. അപ്പൊ ചില ആൾക്കാർ കാട്ടുന്നുണ്ടല്ലോ, തുടക്കത്തിൽ അത് മുറിച്ചും പിന്നെ അത് മുറിച്ചും, എന്താണ് കിട്ടണില്ല അതിന്റെ ഉള്ളില്. ഇങ്ങനെ ഇടങ്ങേറാക്കണം എന്ന് പഠിച്ചോന്ന് ഉദ്ദേശമല്ല. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ പറഞ്ഞു, അങ്ങനെ കഴിയാത്ത ആൾക്കാർ ഇടങ്ങേറാവണ്ട. ഉബൈദ തക്ബീർ, തക്ബീറിന്റെ തൊട്ട് മുമ്പ് നിയ്യത്ത് ചെയ്തിട്ട് തക്ബീർ. എന്നാലും വസ്വാസം ഉണ്ടാക്കരുത്, ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് കാണാം. നിസ്കാരത്തിൽ നിയ്യത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയ തുടക്കത്തിൽ ഇങ്ങനെ നിയ്യത്ത് ഉണ്ടായാൽ എല്ലാം ശരിയാവും. അല്ല, നമുക്ക് ഇടക്കിടക്ക് ഇത് ഇങ്ങനെ മറന്നുപോകും. അതിനാണ് അള്ളാഹു അക്ബർ എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലുന്നുണ്ടല്ലോ. അത് നമ്മളൊക്കെ ചെറിയവരാണ്, അള്ളാഹു വലിയവനാണ് കേട്ടോ, അവന്റെ മുന്നിലാണ് നിൽക്കുന്നത് നമ്മൾ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് മാത്രമല്ല, റുകൂക്ക് പോകുമ്പോൾ നിയ്യത്ത് ഉണ്ടാവണം, സുജൂദിക്ക് പോകുമ്പോൾ നിയ്യത്ത് ഉണ്ടാവണം. ഇതൊക്കെ നിസ്കാരത്തിന്റെ ഭാഗമായ ഇബാദത്താണല്ലോ. ഞാനിപ്പോ പോണ റുകൂക്കാണ്, അല്ലാതെ കുറെ നിന്ന് ഊര് കടഞ്ഞപ്പോ കുമ്പിടല്ല. അതേപോലെ സുജൂദിക്കാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ മനസ്സിൽ സുജൂദിക്ക് പോകുമ്പോൾ സുജൂദിക്കാ പോണത്, റുകൂക്ക് പോകുമ്പോൾ റുകൂക്കാ പോണത്. ഈ ചിന്ത ഇങ്ങനെ കൊണ്ടുവന്നാൽ നിസ്കാരം കഴിക്കില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ മാറില്ല. അതിനാണ് നമ്മുടെ നിസ്കാരത്തിൽ ഇങ്ങനെ ശ്രദ്ധയോടെ ചെയ്യാനുള്ള മാർഗമാണ് ഈ നിയ്യത്ത് നിലനിർത്തുക എന്നത്. അല്ലാഹു തആല ഖൈറായ രൂപത്തിൽ നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും